ഇമാം ഷഹറാനി തങ്ങളുടെ അൽമിനനുൽ കുബ്രയിൽ കാണിച്ചു തരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പച്ചക്കള്ളമാണ്. ഈ പേജിൽ എവിടെയും അങ്ങനെ ഒരു ഇബാറത്തില്ല. ഈ വെല്ലുവിളി കേട്ട് തക്ബീർ ചെയ്യുന്ന മുന്നിലുള്ള ആളുകൾ കരുതിയത് എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഒരു ഇബാറത്ത് ഷഹറാൻ ഇമാമിനില്ല എന്നാണ് മുന്നിൽ ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്ന. ആ രൂപത്തിലാണ് ഇയാളുടെ വെല്ലുവിളി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? കിതാബിൻ്റെ പേര് പറയുമ്പോൾ അൽ മിനനുൽ കുബ്ര എന്ന് പറഞ്ഞു. ഷഹറാൻ ഇമാമിൻ്റെ കിതാബാണ്, ഉദ്ധരണി ഉള്ളതാണ്. കിതാബിൻ്റെ പേര് മാറിപ്പോയതാണ്. ഇയാൾ കിതാബൊക്കെ എടുത്തിട്ട് ഇതൊരു ഭീമാബദ്ധമായി അവതരിപ്പിക്കുന്നത്. ഇതാണ് ഇയാളുടെ വെല്ലുവിളിയുടെ സ്വഭാവം. തർക്കേടില്ലായിരുന്നു. അങ്ങനെ ഒരു പേര് മാറിപ്പോകലോ, ജീവിതത്തിൽ ഒരു അബദ്ധവും സംഭവിക്കാത്ത ഒരാളാണ് പറഞ്ഞതെങ്കിൽ നമുക്കത് സഹിക്കാമായിരുന്നു. പക്ഷെ കിതാബിൻ്റെ പേര് മാത്രമല്ല, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയുന്ന വിഷയങ്ങൾ ഇയാൾ അബദ്ധം പറഞ്ഞത് നമുക്കറിയാം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഇയാൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് 11 ഭാര്യമാരുണ്ടായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനോട് ചോദിച്ചാൽ അറിഞ്ഞൂടെ റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ 9 ഭാര്യമാരേ ഉള്ളൂ? ഇയാൾ പറയാൻ നോക്ക്. കൊടുത്ത പ്രത്യേകതയുടെ പവർ കണ്ടില്ലേ? എല്ലാരോടും പറഞ്ഞു, എടാ 4 പെണ്ണേ കെട്ടാവൂ. മുത്തനബി എത്ര കിട്ടിയത്? മരിക്കുമ്പോ വഫാത്താവുമ്പോ 11 ഭാര്യമാരുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇയാൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിനെ കുറിച്ച്, അബ്ദുൽ മുത്തലിബിൻ്റെ ഏറ്റവും ഇളയ പുത്രനാണ് റസൂലുള്ളാഹിന്റെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അബ്ദുൽ മുത്തലിബിന് 19 മക്കളുണ്ടായിരുന്നു. അതിലേറ്റവും ചെറിയ മകനായിരുന്നു അബ്ദുള്ള. ആരുടെ ഉപ്പ? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇളയ കുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ചെറിയ വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. പിന്നെ ഇയാൾ പറയാണ്, മുങ്കർ നക്കീർ എന്റെ 14ാമത്തെ പ്രായപൂർത്തിയായതുപോലെ എഴുതാൻ തുടങ്ങിയില്ലേ? അതിനും വിശ്വാസമല്ലേ? തക്കീബാത്തീതല്ല മുങ്കർ നക്കീർ, തക്കീബാത്തീതല്ല മുങ്കർ നക്കീർ, തക്കീബാത്തീതല്ല മുങ്കർ നക്കീർ. എന്റെ മരണം വരെ 100 കൊല്ലം ജീവിച്ചത് എഴുതില്ലേ? അത് ഏത് കിതാബിലാണ് എഴുതിയത്? മാത്രല്ല മദ്രസിൽ നമ്മൾ പഠിച്ചില്ല എന്താ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ജോലി എന്താ? ആരാ ഇടി മഴ പോലെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇവിടെ ചെയ്യുന്നതാണ്. അള്ളയാണ് എല്ലാറ്റിന്റെയും നിയന്ത്രണം. ഇനി മദ്രസയിലെ ബുക്കൊക്കെ മാറ്റി ആരാ ഇടി? അല്ല. ഞാനിത് പറഞ്ഞത് പ്രസംഗിക്കുമ്പോൾ ചെറിയ അബദ്ധങ്ങളൊക്കെ ആർക്കും സംഭവിക്കും. പക്ഷെ അതൊരു വലിയ ഭീമാബദ്ധമായി ഒരു ഇസ്ലാമിൽ ഒരു പുതിയ ആശയമുണ്ടാക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഇയാൾക്ക് അബദ്ധം വരാൻ പാടില്ലല്ലോ. മാത്രമല്ല, ഇയാൾ ഔലിയാക്കളുടെ മൈക്കകളാണ് പോലും. ഔലിയാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം പറയുന്നവരാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഈ രൂപത്തിൽ അബദ്ധം വരാൻ പാടില്ലല്ലോ. ഞങ്ങൾ മൈക്കകൾ മാത്രമാണ്. ഞങ്ങളെ ഏൽപ്പിച്ചത് പറയുകയാണ്. ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന ഹദറത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് പറയുന്നവരാണ്. തോന്നിയത് പറയുന്നതല്ല. നിങ്ങളെപ്പോലെ മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, മുശാവറയിൽ മറ്റ് അംഗങ്ങളുണ്ടല്ലോ. അർറുദ്ദുൽ വാഫിർ എന്ന കിതാബ് എടുത്തുകൊണ്ടുവന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഒരു ഫത്വ അതിലുണ്ട്. അതിൽ നാസിറുദ്ദീൻ ദിമശ്കി എടുത്തുദ്ധരിച്ചു എന്ന് തെളിയിക്കാൻ തന്റെ ഇടമുള്ള ആൺകുട്ടികൾ കിതാബ് തിരിയുന്നവരുണ്ടെങ്കിൽ വരട്ടെ, ആ ഇബാറത്തൊന്ന് കാണിക്കട്ടെ. ഇയാൾ വെല്ലുവിളിക്കുന്നത് മുഴുവൻ മുശാവറ അംഗങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ഇയാൾ എന്നെ പറയുന്നുണ്ട് ഇത് മഹ്ശറയിൽ മാത്രം കിട്ടുന്ന കിതാബൊന്നും അല്ല. ആ കിതാബൊന്നും മറിച്ചു നോക്കിയാൽ പോരെ. ആ അർറദ്ദുൽ വാഫിർ എന്ന കിതാബാണിത്. അയാൾ ഇല്ല എന്ന് പറഞ്ഞ ആ അർറദ്ദുൽ വാഫിർ എന്ന കിതാബാണിത്. ഇതിൻ്റെ 247ാമത്തെ പേജിൽ പേരോട് ഉസ്താദ് പറഞ്ഞതുണ്ട്, അർറദ്ദുൽ വാഫിർ എന്ന കിതാബിൽ ഇല്ല എന്ന് നിങ്ങൾ മുശാവറ അംഗങ്ങളെ വെല്ലുവിളിച്ചില്ലേ? ആ കിതാബ് അർറദ്ദുൽ വാഫിറിൽ 247ാമത്തെ പേജിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്വ ഇബ്നു നാസിറുദ്ദീൻ ദിമശ്കി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ കിതാബ് അവസാനിക്കുന്നത് ഏത് പേജിലാണ്? 286ാമത്തെ പേജിലാണ് ഈ കിതാബ് അവസാനിക്കുന്നത്. ഇയാൾ കളവ് പറയുമ്പോൾ ഒരു വാചകം കൂടി അതിൽ പറഞ്ഞു. എന്താണ് അയാൾ പറഞ്ഞത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് എത്രയോ കഴിഞ്ഞിട്ടാണ് ഈ അർറദ്ദുൽ വാഫിറിന്റെ മുസന്നിഫ് വഫാത്താകുന്നത്. അങ്ങനെയായാൽ ഉദ്ധരണി ഇല്ലാതിരിക്കുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ കിതാബിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ ഫത്വ എഴുതുന്നത് ഏത് കൊല്ലത്തിലാണ്? മഹാനവറുകൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇത് എഴുതിയത്
ഹിജറ 835 ഈ കിതാബിന്റെ പൂർത്തീകരണം നടക്കുന്നത് ഹിജറ 837 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോമാട്ടുചാലിൽ അബ്ദുള്ള 7ാം ആകാശം വരെ എത്തി. വളരെ രസകരമായ കറാമത്താണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവുമായി കണ്ടുമുട്ടിയിട്ടുണ്ട്, സംഭാഷണം നടത്തിയിട്ടുണ്ട്. അതുപോലെ കോമാട്ടുചാലിൽ അബ്ദുള്ളയും ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുറാക്കിലാണ് പോയതെങ്കിൽ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബുറാക്ക് ആവശ്യമാണ്. അതുക്കും മേലെയാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള. വളരെയേറെ രസകരമായ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതല്ലാത്ത ഒട്ടേറെ കറാമത്തുകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം ഷെയ്ഖ് അബൂബക്കറിന്റെ വീട്ടിൽ 4 വർഷം താമസിച്ച് പഠിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ഇയാളെ സ്വീകരിച്ചതെന്നും പിന്നീട് ഇയാളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വൈരുദ്ധ്യങ്ങൾ മാത്രമാണ് കാണാനായതെന്നും ഗുലാം മൗലാന സാക്ഷ്യപ്പെടുത്തി. എത്രത്തോളമെന്ന് വെച്ചാൽ ഉലൂൽ ഇത്തിഹാദ് വാദമുള്ളവനും ഉത്തരേന്ത്യൻ ഉലമാക്കൾ ഒന്നടങ്കം വിട്ടുനിൽക്കണമെന്ന് പ്രഖ്യാപിച്ചതുമായ മറ്റൊരു ഷേഖിനെ കാര്യലാഭത്തിനു വേണ്ടി അനുകൂലിക്കുക കൂടി ചെയ്തപ്പോൾ പിന്നെ ഇവർ കാത്തുനിന്നില്ല. ഇനി ഇവിടെ കണ്ടുപോകരുതെന്ന് താക്കീത് നൽകി പുറത്താക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ ചെയ്തതുപോലെ ഇവിടെയും പണ്ഡിത സമൂഹത്തെയാണ് ഇയാൾ ആദ്യം വലവീശിയതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ശേഷം മറ്റൊരു മുദരിസ് മുഹമ്മദ് അഖ്തർ നഈമിയുടെ അടുത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്ന രേഖയാണിത്. കളവുകൾ അക്കമിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ടത് താഴെ ചേർക്കട്ടെ. വിടൽ നമ്പർ 1. മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ ഏക് ലഹ്സ മേ മുക്കമ്മൽ യാദ്. മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ 1 സെക്കൻഡ് കൊണ്ട് മനപ്പാടമാക്കി. വിടൽ നമ്പർ 2. ഹസ്രത്ത് ഉവൈസി ഖർനി റളിയല്ലാഹു അൻഹു के खादिम मेरी खिदमत में. സയ്യിദ് ഉവൈസുൽ കർണിയുടെ ഖാദിം എനിക്ക് ഖിദ്മത്ത് ചെയ്യാറുണ്ട്. വിടൽ നമ്പർ 3. मेरा आसाम सरकार गौसे पाक साहबजादा सरकार अब्दुल रज़्ज़ाक़ रज़ियल्लाहु अन्हु का अता किया हुआ है. उसी मज़कूरा असा से अपनी चप्पल दुरुस्त करता है. കയ്യിലുള്ള വടി മുഹീദ്ദീൻ ഷേഖിന്റെ മകൻ അബ്ദുർ റസാഖ് തങ്ങൾ നൽകിയതാണെന്ന് വാദിക്കുകയും അതേ വടി കൊണ്ട് തന്നെ ഷൂ നന്നാക്കുകയും ചെയ്യുന്നു. എന്നാൽ ബോംബെയിൽ പറഞ്ഞത് ഇത് റിഫായി ഷേഖ് കൊടുത്തതാണെന്നാണ്. കളവ് പറയുമ്പോൾ വൈരുദ്ധ്യങ്ങൾ സ്വാഭാവികമാണല്ലോ. പറഞ്ഞു കൊടുമുരീതേ. എന്ന് നിങ്ങളെക്കുറിച്ച് തന്നെയാണോ പറഞ്ഞത് എന്ന് ഞാൻ സംശയിച്ചാൽ എന്നെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം അത് നിങ്ങളുടെ ഷേഖനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. വിടൽ നമ്പർ 4. कौम से हर माह 40,000 तनख्वाह. അമിതമായ സമ്പത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അൽ ഖൗം ഔലിയ ഗ്രൂപ്പിൽ നിന്ന് എല്ലാ മാസവും 40,000 രൂപ ശമ്പളം ലഭിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് വരെ ഞങ്ങൾ കൃത്യമായിട്ട് പറയാണ്, ഇന്ന് വരെ ഒരാളോട് ഞാൻ ശൈഖാണെന്നോ വലിയാണെന്നോ ഞാൻ ത്വരീഖത്ത് കൊടുക്കുന്നു എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞതായി തെളിയിക്കാൻ ഒരു ഉമ്മ പറ്റോനും സാധ്യമല്ല. വലിയെന്ന വാദമില്ലാതെ പിന്നെന്തിന് ഔലിയ ഗ്രൂപ്പിലെ ശമ്പളത്തെക്കുറിച്ച് സംസാരിക്കണം? വെള്ളം ചേരാത്ത ഈ കളവുകൾ കുറച്ചൊന്നുമല്ല ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. വിദ്യാർത്ഥികളും പല അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. എല്ലാം ഉൾപ്പെടുത്തുകയാണെങ്കിൽ 10 CD-ക്കുള്ള വിഭവങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ബുദ്ധിയുള്ളവർക്ക് ഈ 2 ആലിമുകളുടെ വിവരണങ്ങൾ തന്നെ ധാരാളമാണല്ലോ. പിന്നീട് ഞങ്ങളുടെ യാത്ര കേരളത്തിൽ കാട് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന നാട്ടിലേക്കായിരുന്നു.
സ്ഥാപനത്തിലെ ചിലരെയും കൂട്ടി യാത്ര തുടങ്ങി. 20 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം അവിടെ എത്താൻ. കാടെന്ന് പറയുന്ന നാട്ടിൽ നിന്നും സ്വിഫ്റ്റ് കാർ റിട്ടേൺ വരുന്നത് ഞങ്ങളെ ഊറിച്ചിരിപ്പിച്ചു. എന്നാൽ മുരീദുമാർ വന്യജീവികൾ താമസിക്കുന്ന സ്ഥലമാണിതെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. മനുഷ്യരെ കുറിച്ചാണ് വന്യജീവികൾ എന്ന് പറയുന്നതെങ്കിൽ മാപ്പ്. ജനവാസവും ആൾപെരുമാറ്റവുമുള്ള സ്ഥലമാണിതെന്ന് ഏത് മന്ദബുദ്ധിക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. ഇതാണ് ഇയാളുടെ താവളം, ഷാഹ് മൻസൂർ വലിയിന്റെ ദർഗ. ഇതിന്റെ ചുറ്റുവട്ടത്ത് 50 മീറ്ററിനപ്പുറം എവിടെയും പോകാറില്ലെന്ന് ഏതാനും അനുഭവസ്ഥർ വിശദീകരിച്ചു തന്നു. അതുതന്നെ കേരളക്കാർ വരുന്നുണ്ടെന്നറിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ. സ്ഥിതിഗതികൾ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ സ്ഥാപനത്തിലേക്ക് തിരിച്ചു. സ്ഥാപനത്തിലെത്തിയപ്പോൾ രസകരമായ ഒരു സംഭവം കൂടി അറിയാൻ കഴിഞ്ഞു. ഇവിടെ സ്ഥാപനത്തിൽ ഹദീസ് അധ്യാപനം നടത്തുന്ന മുഹമ്മദ് ഷബീർ അൽ നൂരി എന്ന് പറയുന്ന ബീഹാറിലുള്ള മുദരിസിനോട് നിങ്ങൾ ഇനി 3 വർഷമേ ജീവിക്കൂ എന്ന് പറഞ്ഞുവത്രേ. ടെൻഷനടിച്ച് 3 വർഷം തള്ളി നീക്കിയ ഇയാൾ 5 വർഷമായി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ഇതുപോലെ മർക്കസിന്റെ 35ാം വാർഷിക സമ്മേളന സമയത്ത് ഈ സമ്മേളനം AP ഉസ്താദിന്റെ ജീവിതകാലത്തെ അവസാന സമ്മേളനമാണെന്ന് മർക്കസിലെ ചില മുദരിസുമാരോടും കുട്ടികളോടും ഇയാൾ പുലമ്പിയിരുന്നു. എന്നാൽ AP ഉസ്താദ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അള്ളാഹു ഇനിയും ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിടൽ വിടുമ്പോൾ പൊളിയാൻ സാധ്യതയില്ലാത്തത് വിടണ്ടേ? ഇയാൾക്ക് അതും അറിയില്ലെന്ന് തോന്നുന്നു. കേരളക്കരയിൽ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ പെട്ടുപോയവരുടെ ഗതിയിൽ സഹതപിച്ച് ഞങ്ങൾ മടങ്ങി. ഇടക്ക് ഓർമ്മപ്പെടുത്തട്ടെ, ഉത്തരാഖണ്ഡിലെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ആർക്കെങ്കിലും വല്ല സംശയവും ഉണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ഡെറാഡൂൺ എക്സ്പ്രസ് കയറി റൂർക്കിയിൽ ഇറങ്ങി നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ്. വേണ്ടി വന്നാൽ കേരളത്തിൽ വന്ന് അവന്റെ മുഖത്ത് നോക്കി പറയാനും തയ്യാറാണെന്ന് പറഞ്ഞ മൗലാനമാർ തീർച്ചയായും നിങ്ങൾക്കും സത്യം ബോധ്യപ്പെടുത്തി തരാതിരിക്കില്ല. ഇത് മുംബൈ. ഈ വാണിജ്യ നഗരത്തിനും ചിലതൊക്കെ പറയാനുണ്ട്. സമ്പന്ന വർഗത്തെയാണ് ഇവിടെ ഇയാൾ വലവീശിയത്. പൈശാചികത ഭയന്ന് പക്ഷേ ആരും വാ തുറക്കുന്നില്ല. പൗരപ്രമുഖനും സമ്പന്നനുമായ സുഹൈൽ ബായിയിൽ നിന്നും വിവരങ്ങൾ കിട്ടുമെന്നറിഞ്ഞ ഞങ്ങളുടെ അന്വേഷണം ഡോണ്ടാഡ് സ്ട്രീറ്റിലെ ഡാമർ ഗല്ലിയിലെത്തി. റിസ്വിയായതിനാൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്നറിഞ്ഞ് കാര്യങ്ങൾ എഴുതി വാങ്ങി. ബഗദാദിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്തതടക്കം വർഷങ്ങളുടെ പരിചയമുള്ള സുഹൈൽ ബായി കാര്യങ്ങൾ എഴുതി ഒപ്പിട്ടു തന്നു. मस्जिद दारुल उलूम और यतीम बच्चों की शादी के लिए देसा लिया करते थे, जिसमें यतीम बच्चों की शादी अल कौम की मेंबरशिप के लिए थी. മസ്ജിദ്, ദാറുൽ ഉലൂം, യതീം കുട്ടികളുടെ കല്യാണം എന്നീ പേരുകളിൽ കാശ് ധാരാളം പിരിക്കാറുണ്ടായിരുന്നു. ഔലിയാക്കളുടെ സംഘടനയായ അൽ ഖൗമിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ധാരാളം യതീം കുട്ടികളെ കെട്ടിച്ചയക്കേണ്ടതുണ്ട്. എന്നാൽ ഉത്തരാഖണ്ഡിൽ വെച്ച് അൽ ഖൗമിൽ മെമ്പറാണെന്ന് പറഞ്ഞത് പ്രത്യേകം ഓർക്കുന്നത് നന്നായിരിക്കും. ഹാഫിദ് ഉസ്താദ് ഇന്ത്യ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും പോയി. അവിടൊക്കെ പോയത് പൈസ ഉണ്ടാക്കാനൊന്നുമല്ല. ഓവർ സ്മാർട്ട് ആകാതെ സാർ, തെളിവുകളാണ് സംസാരിക്കുന്നത്. 4 साल की उम्र में गौसे पाक ने मुझे अपने साथ आसमान पर घुमाया और फरिश्तों से मिलाया, मुसाफाह कराया. 4 വയസ്സായപ്പോൾ മുഹീദ്ദീൻ ഷേഖ് 7ാം ആകാശത്തേക്ക് കൊണ്ടുപോയി. ആകാശത്ത് ചുറ്റി സഞ്ചരിപ്പിച്ചു. എന്നിട്ട് മലക്കുകളോട് മുസാഫഹത്ത് ചെയ്യിച്ചു. എന്താടോ ഇതൊക്കെ? മൂത്തൂബ് വൈദിക്കുന്നല്ലാതെ നിങ്ങളോട് എന്ത് പറയാ? अपनी उम्र के बारे में कहते थे कि 165 साल का हूँ
തനിക്ക് 165 വയസ്സുണ്ടെന്ന് വാദിക്കുന്നു. കൂലിപ്രഭാഷകന് അടുത്ത പ്രസംഗത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ അവസരമുണ്ട്. ഗിന്നസ് ബുക്കിൽ കയറാമല്ലോ. मैं तब उसका अब्बा से पूछा तो उसने कहा कि हम सയ്യിദ് नहीं. സയ്യിദാണെന്ന് വാദിക്കുന്ന ഇദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിച്ചപ്പോൾ സയ്യിദല്ല എന്ന് മറുപടി ലഭിച്ചു. മുഹീദ്ദീൻ ഷേഖിന്റെ 17ാമത്തെ പൗത്രനാണെന്ന് വാദിക്കുന്ന ആളുടെ പിതാവ് തന്നെ വാദത്തെ നിഷേധിച്ചാൽ പിന്നെന്തു പറയാൻ? जब दूरी हो गई उनसे तो मैसेज भेजा कि तुम्हारी दुनिया और आखिरत की खराबी हो. എല്ലാം മനസ്സിലാക്കി തെറ്റിപ്പിരിഞ്ഞപ്പോൾ ശാപ പ്രാർത്ഥന അയച്ചത് ഇങ്ങനെ: നിന്റെ ദുനിയാവും ആഖിറവും ഖറാബാവട്ടെ. ശാപപ്രാർത്ഥനയുടെ വിധി എന്തെന്ന് അടുത്ത ആമാശയ മുന്നേറ്റത്തിൽ പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിനും ചിലതൊക്കെ പറയാനുണ്ട്. 2 കുട്ടികളുള്ള സ്ത്രീയോട് ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങിയാൽ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് ഇയാൾ ഉറപ്പു നൽകിയിരുന്നു. തന്റെ ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങി 2 മക്കളെ അനാഥകളാക്കി ഇയാളെയും പ്രതീക്ഷിച്ച് ഈ സ്ത്രീ ഇന്നും കാത്തിരിക്കുന്നു. സ്ത്രീ ശബ്ദമായതിനാൽ ശബ്ദം പരസ്യപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഏത് നിമിഷം ഈ സംഭവത്തെ നിങ്ങൾ എതിർക്കുന്നുവോ മിനിറ്റുകളെ കൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ പലതും പറഞ്ഞാൽ നിങ്ങളുടെ കാല് വിറക്കുമെന്ന് ഞങ്ങൾക്കറിയാം. സമൂഹത്തിനിടയിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും തെളിവുകളും കയ്യിലൊതുക്കി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളീയ അന്തരീക്ഷത്തിൽ ഇയാൾ പിഴച്ചതാണെന്നതിനുള്ള ആദ്യ തെളിവ് ഇവൻ തന്നെയാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.